ബ്രദറിന്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്, ചേച്ചി ഇത്ര ഇന്റർവ്യൂ എടുത്തിട്ട് ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂ ഇതുവരെ കിട്ടിയില്ല, അല്ലെ കഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞത്. വെറുതെ പറയല്ല, വിടണ്ട പൊന്മുട്ടയിടുന്ന താറാ ആഗ്രഹം നടക്കട്ടെ. ലാലേട്ടന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, മമ്മൂക്കയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, സാക്ഷാൽ AR റഹ്മാൻ സാറിന്റെ ഇന്റർവ്യൂ വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ടും ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂ എന്റെ പ്രൊഫൈലിൽ ഇല്ലാത്തത്. ഓ മൈ ഗോഡ്, എടാ എങ്ങനെ മമ്മൂക്ക, ലാലേട്ടൻ, റഹ്മാൻ, ഞാൻ. പക്ഷെ ഉണ്ടല്ലോ, ഈ ധ്യാൻ ശ്രീനിവാസനെ ഇത്ര ഉയർത്തിയത് ആരാണെന്ന് അറിയോടാ? ഞാൻ അല്ലെന്ന് ധ്യാൻ പറയട്ടെ. അതെ, എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നന്ദിയുള്ള, നാളെ ഇവള് ചത്ത് കിടക്കുമ്പോ ഞാൻ എന്റെ കുടുംബത്തോടെ വരും റീത്ത് വയ്ക്കാൻ. എന്നിട്ട് കരയണം, അവിടെ നിന്ന് കരയണം കേട്ടോ. ഇനി എനിക്ക് എങ്ങനെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ആരുണ്ടാവും? ഞാൻ എന്റെ കുട്ടിയോട് പറയും, ഈ കിടക്കണ ആരാന്നറിയാമോ? അച്ഛൻ ഒരുപാട് വലിയ നിലയിൽ എത്തിച്ച ഈ തള്ളയാന്ന് പറയും. ഈ ധ്യാൻ ചേട്ടൻ ഞെട്ടിച്ച ഏതെങ്കിലും നിമിഷങ്ങൾ ദേവുവിന്റെ ആ ഒരു സിനിമ സമയത്തുണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്താ ഇങ്ങനെ ടാർഗറ്റിംഗ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എല്ലാത്തിന്റെയും ഭാഗമായിട്ട്. ഞാൻ ഇത് ഇത്തരം അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ചെറുപ്പത്തിലല്ലെന്ന് മാത്രം. വളർന്നു വന്നപ്പോ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് അറിയാം. എന്തൊക്കെയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ? എനിക്ക് LKG പഠിക്കുന്ന സമയത്ത് എന്നോട് ആൾക്കാരൊന്ന് ചോദിക്കും, അച്ഛനെ പോലെ എഴുതൂലേ? LKG ABCD അറിയില്ല എനിക്ക് എഴുതാൻ. അച്ഛനാകാന്ന് കണ്ടാ തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് അച്ഛനെ പോലെ എഴുതൂലേ. നിങ്ങളുടെ ലോകത്തെ സങ്കടങ്ങൾ പറ. എന്താ നിങ്ങളുടെ ഞങ്ങളുടെ ലോകത്തെ സങ്കടങ്ങളോ? ഇപ്പൊ എനിക്ക് കൂട്ടുകാരെ ഷെയർ ചെയ്യുന്ന, ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ചേട്ടനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് സൈബർ അറ്റാക്ക് ആണ് സങ്കടം എന്ന് പറയാൻ. അയ്യോ, എനിക്കത് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഓപ്പൺ ഹൈബർ എന്നൊക്കെയാ വിളിക്കുന്നത്. അത് നോളന്റെ ഒരു സിനിമയല്ലേ? അത് ബോംബ് പൊട്ടിക്കുന്നോണ്ടാ. ദേവ് വിചാരിച്ച ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണെന്നും ഞാൻ വിചാരിച്ച ദേവ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണെന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഇല്ല. എനിക്കറിയാം നിനക്ക് ബുദ്ധിയില്ലാന്നും. നന്നായി ജോലി ചെയ്യണം. ഞാൻ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. നമ്മള് പക്ഷെ നന്നായിട്ട് ആരോഗ്യം നോക്കണം. അതെന്താ ചെയ്യുന്നേ? ഫിറ്റല്ലേ? ഇനി ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നും കൂടെ പറയും, അതുകൊണ്ട് പറയുന്നില്ല. ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നും, ചില ആൾക്കാർ ശരീര പ്രകൃതി ചിലർ വണ്ണം വെക്കും, മെലിഞ്ഞിരിക്കും, പക്ഷെ അവര് ഫിറ്റ് അല്ല. ഇപ്പൊ അവളെ ശരീരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ഫിറ്റ് ആണെന്ന്. ചിലപ്പോ അടുത്ത ആഴ്ചയൊക്കെ ചിലപ്പോ തട്ടിപ്പോവും. ഈ കല്യാണ മരം എന്ന് പേരിട്ട് എന്താന്ന് ധ്യാൻ എപ്പോഴെങ്കിലും ചോദിച്ചായിരുന്നോ? അല്ല, അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. കല്യാണ മരം എന്ന് പറയുന്ന സിനിമ ചൂസ് ചെയ്യാനായിട്ട് ദേവുവിന് തോന്നിയ ഒരു കാരണം എന്താണ്? ഞാനല്ല മൂവീസ് ചൂസ് ചെയ്യാറുള്ളത്, അച്ഛനും അമ്മയാണ് കഥ കേൾക്കാറുള്ളത്. അവർക്ക് ഇഷ്ടമായ ചൂസ് ചെയ്യും. എന്റെ അടുത്ത് 1 ലൈനെ പറഞ്ഞു തരാറുള്ളൂ. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല, അറിയത്തില്ല. ഞാനും അതുപോലെ. പക്ഷെ എന്റെ കേസിലെന്നറിയാമോ, അച്ഛനും അമ്മയും ഇല്ല, ഞാൻ 1 ലൈനെ കേൾക്കാറുള്ളൂ. ആ കാര്യത്തിൽ ഒരേ വൈബാണ് അല്ലേ? എന്ത് വെച്ചിട്ട് 1 ലൈൻ കേട്ടോണ്ട് നമ്മുടെ അഭിനയത്തിൽ എന്തെങ്കിലും മോശം സംഭവിച്ചോ? ഇല്ല. പ്രതീക്ഷ. അതെ, പ്രതീക്ഷയല്ല മോളെ. എനിക്ക് എന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ചേട്ടന്റെ കാര്യത്തിൽ അപ്പോ അല്ല, ഞാൻ കേട്ടിട്ടുള്ള നമ്മൾ ശരിക്കും സിനിമയിൽ റൊമാൻസ് ചെയ്യുമ്പോ അവരോട് നമുക്കൊരു പ്രണയം കേട്ടിട്ടില്ല, ലാൽസാറൊക്കെ പറയുന്ന വെച്ചാൽ അവരോട് പ്രണയം തോന്നണം അല്ലെ? ശരിക്കും അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ തോന്നിയാൽ ഭയങ്കര ഇമ്പാക്ട് ആയിരിക്കുമെന്ന്. കുടുംബജീവിതത്തിൽ ഭയങ്കര ഇമ്പാക്ട്. ഒന്ന് ഇടയ്ക്ക് ഡയറക്ഷൻ ചെയ്യാനും കൂടെ പറയണം. നമ്മൾ ബേസിൽ ഡയറക്ടറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവൻ ചെയ്യുന്നുണ്ട്. അവൻ
അടുത്ത വർഷം ചെയ്യുന്നുണ്ട്. വലിയ സിനിമ, ബ്രഹ്മാണ്ഡ സിനിമയാണ്. അപ്പൊ അത് ഞാൻ ഇനി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാക്കണ്ട. അതുകൊണ്ട് ഓൾറെഡി ധ്യാനം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ മലയാളത്തിലല്ല എന്നുള്ളത് മാത്രം പറയാം. അത്രയും അതും അനൗൺസ് ചെയ്തു. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളെക്കാട്ട് സൂപ്പർ സീനിയർ ആയിട്ടുള്ള ആളുകളോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ധ്യാൻ ചേട്ടൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര കൂളാണ് ഞാൻ, പ്രത്യേകിച്ചിട്ട് തലയിൽ പറിച്ചൊന്നുമില്ല, ടെൻഷൻസ് ഒന്നുമില്ല, ഫ്രീ ആണ്. അതെന്തുകൊണ്ടാണ് അറിയാമോ? ഇതിനെല്ലാം പറയാം തലയിലൊന്നും ഇല്ലല്ല, തലയിലൊന്നും ഇല്ലാത്തവര് ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ ഭ്രാന്ത്. ദിവ്യ ഇപ്പോൾ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ ഈ തെലുങ്കിൽ പോയിട്ട് ഭയങ്കര ഡാർക്കായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു, രക്തം തെറിക്കുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആ മലയാളത്തിൽ വന്ന് ധ്യാൻ്റെ കൂടെ ഒന്ന് റൊമാൻസ് ചെയ്യുന്നു. എന്താണ് ഈ രണ്ട് എക്സ്ട്രീം എൻഡിൽ നിൽക്കുന്ന ഫിലിമോഗ്രഫി? ഇവിടെ ഡാർക്ക് തന്നെയാണ്. എന്റെ കൂടെ റൊമാൻസ് ചെയ്യുന്നത് വേറൊരു ഡാർക്കാണ്. ഇവിടെ No, I said fact. He's talking fact. Fact. he was just beating around the bush. Oh my god. Wow. അത് ഈ അളിയ ആ സാധനല്ലേ, അത് ഈ അവസരത്തിലല്ല ഉപയോഗിക്കണ്ടേ. ഓ ഇത് ആരോടും പറയാ. ഇപ്പോൾ വിഷ്ണു, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പല രീതിയിലുള്ള ഈ മീമൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ സിനിമയിൽ ഈ നായകനായിരുന്നു അല്ലെങ്കിൽ ഈ നായികയായിരുന്നു വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് പല മീമുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഈ അമറക് ബ്രന്തോണി എഴുതുന്ന സമയത്ത് നിങ്ങളെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടാണല്ലോ മനസ്സിൽ കണ്ട് നാർശയൊക്കെയായിട്ട് പോകുന്നത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ നിങ്ങളായിരുന്നു അത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് ആ സിനിമ എങ്ങനെ ഇരുന്നേനെന്ന് ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്. കാരണം അമറക് ബ്രന്തോണിയുടെ ഒരു വലിയ വിജയം പിന്നീട് കട്ടപ്പനയിലേക്ക് നിങ്ങളെ ചോദ്യം പോലും ചോദിക്കൂല. How are you? We missed you in Ground Blast ഇന്റർവ്യൂ റോയൽ എല്ലായിടത്തും. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂകൾ ഇല്ലാത്ത കുറച്ച് മാസങ്ങൾ? നല്ലതായിരുന്നു, സത്യം പറഞ്ഞാൽ സമാധാനം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അല്ല, എനിക്ക് ധ്യാൻ ബ്രോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. കുറെ ജീവിത വീക്ഷണങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പറയാവോ? അത് പറയൂല, ജീവിച്ച് കാണിക്കും ഇനി മുന്നോട്ട്. അതെ, ജീവിച്ച് കാണിച്ച കാര്യങ്ങളാ. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് വളരെ ഞാൻ പഠിച്ചത് എന്റെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത് തന്നെ ഒട്ടോ. ഈ ഗസ്റ്റ് ലിസ്റ്റ് വന്നപ്പോഴേ ഞങ്ങളുടെ മനസ്സിലെന്തായിരുന്നു, ദോ ജീസ് ബാക്ക് ഗൈസ്, വാ നാളെ ഷൂട്ടുണ്ട് എന്നൊക്കെ. ഇതില് മാത്രമേ ഉള്ളൂ ഓജി, ബാക്കിയൊക്കെ അവിടെ അല്ല എത്തുന്നുള്ളൂ. അവരെവിടെ ഇരുത്തിയതാണോ അവനായിട്ട് വരുന്നത്? അല്ല, ഞാൻ ഇരുത്തിയതായിരുന്നില്ല, അങ്ങനെ ഉദ്ദേശമല്ല അവിടെ ഇരുത്തിരുന്നത്. അവരുദ്ദേശിച്ചു എന്തായാലും ഒരു കുഴപ്പമില്ല, നീ അവിടെ തന്നെ ഇരുന്നു, നിനക്ക് അതിനുള്ള യോഗ്യത. മുഖത്ത് ജാഗ്രത ഉണ്ട്, നിനക്ക് മാത്രം അവിടെ ഇരിക്കാനുള്ള യോഗ്യത. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതാണ്. കുട്ടി എന്നോട് പണ്ടേ പറഞ്ഞിരുന്നു, യൂണിക്കോൺ ഒന്നും അല്ല ഇപ്പൊ ഞങ്ങള് ചിന്തിക്കുന്നത്, ഞങ്ങൾ അതിനും വലിയ ഉയർന്ന രീതിയിലാണോ പറഞ്ഞത്. വല്ല നല്ല കാര്യമുള്ള ഇന്റർവ്യൂല് പറഞ്ഞില്ല കാര്യം പണ്ടന്റെ ഇന്റർവ്യൂ. തിയേറ്ററിൽ പോയല്ലോ എന്ന്, തിയേറ്ററിൽ പോവാതിരുന്നല്ലോ എന്ന് ആലോചിക്കരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. റിലീസ് ഡേറ്റ് കൂടെ മാർച്ച് 27. ഒരു ഗ്രൗണ്ട് എന്നോട് പറഞ്ഞില്ലടാ. അതിന് എന്നെ കുറിച്ച് 2 വാക്ക് പറ. ഒന്നും പറയണ്ട, കഴിഞ്ഞ ഇന്റർവ്യൂ. നമസ്കാരം എല്ലാവർക്കും. എനിക്കറിയാം ഇപ്പൊ നമ്മൾ എടുക്കുന്നത് 2 മണിക്കാണ് കേട്ടോ. നല്ല വിശന്നാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഡിജിറ്റൽ കഴിച്ചു കാണുന്നതാണ്, ഞാൻ ഓൾറെഡി കഴിച്ചതാണ്.